റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലബാർ ദേവസ്വം ബോർഡിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ്. മലപ്പുറം തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലാണ് വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നത്. വഴിപാട് വരവ് തുക മുഴുവനായും ബാങ്കിൽ അടച്ചില്ല. ക്ഷേത്രത്തിൽ ലഭിച്ച സ്വർണം, വെള്ളി ഉരുപ്പടികൾ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉത്സവാഘോഷ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് ഹാജരാക്കിയിട്ടുമില്ല. സാമ്പത്തിക ക്രമക്കേട് തെളിയിക്കുന്ന ക്ഷേത്രത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കെ സുനിലിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത്. നാട്ടുകാർ കൊടുത്ത വിവരാവകാശ പ്രകാരമുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനനുസരിച്ചിട്ട് 8 ലക്ഷത്തിന്റെ മുകളിൽ ഇവിടുന്ന് ധനനഷ്ടം വന്നിട്ടുണ്ട്. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുനിൽകുമാർ. സുനിൽകുമാർ ഏകദേശം 10 വർഷം കാലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്വേഷണ സ്ഥിതിയിൽ 10 വർഷത്തോളം കാലയളവിൽ ഒരു ക്ഷേത്രത്തിലും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെയും വെക്കാറില്ല. ഈ കാലയളവിലാണ് അതിഗുരുതരമായിട്ടുള്ള ഇത്രയും ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പലതവണ അദ്ദേഹത്തിനോട് ജനറൽ ബോഡി വിളിക്കാനും കാര്യങ്ങൾക്കും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ കൊടുക്കുന്ന സ്വർണത്തിനും ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു കണക്കോ രേഖകളോ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള വൗച്ചറുകളില്ല. യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സസ്പെൻഷനിലായിരുന്നില്ല. ഈ രേഖകൾ പ്രകാരം നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഡിസ്മിസ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് തിരിച്ചെടുത്തത്? വീണ്ടും വലിയ വരുമാനങ്ങൾ വരുന്ന, ഇതിലും വലിയ വരുമാനങ്ങൾ വരുന്ന ക്ഷേത്രത്തിലേക്കാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് അന്വേഷണം വേണം. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കെ സുനിലിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? ഏതൊക്കെ രൂപത്തിലാണ്, എത്ര കാലമായി നടക്കുന്ന തട്ടിപ്പാണ്? ഏകദേശം 10 വർഷത്തോളം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, മലബാർ ദേവസ്വം ബോർഡിൽ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തൃക്കണ്ടിയൂർ ക്ഷേത്രം. 2010 ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ കെ സുനിൽ 10 വർഷത്തെ കാലം അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നടത്തിയിരുന്ന പലതരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർ തന്നെ നൽകിയ വിവരാവകാശ രേഖ പ്രകാരം അവർക്ക് ലഭിച്ച ക്ഷേത്രത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ ഒരു തട്ടിപ്പ് വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. 2010 ജനുവരി മുതൽ തന്നെ 2019 14 തീയതി വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 8 ലക്ഷത്തിന് മുകളിലുള്ള തട്ടിപ്പ് ഇവിടെ നടന്നതായിട്ടൊരു ഓഡിറ്റ് റിപ്പോർട്ട് തെളിയിക്കുന്നുണ്ട്. അതിൽ ക്ഷേത്രത്തിന്റെ വഴിപാട് വരവ് തുക മുഴുവനായും ബാങ്കിൽ അടച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട രസീത് ബുക്കുകൾ ഹാജരാക്കിയിട്ടില്ല. ക്ഷേത്രത്തിന് ലഭിച്ച സ്വർണം, വെള്ളി ഉരുപ്പടികൾ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് തന്നെ. ക്ഷേത്രത്തിന് ലഭിച്ച പലതരത്തിലുള്ള ഉരുപ്പടികൾ, വെള്ളി പോലെയുള്ള, സ്വർണം പോലെയുള്ള ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓട്ടുവിളക്കുകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താത്തതിലും വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഉത്സവ ആഘോഷ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കെ സുനിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ 10 വർഷക്കാലത്തോളം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വ്യക്തി ഗുരുതരമായ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള സാമൂതിരി പിരിച്ചുവിട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം മാപ്പപേക്ഷ നൽകിക്കൊണ്ട് വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ ചുമതലയിൽ വന്നു എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തിലൊക്കെ തന്നെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കേവലം തൃക്കണ്ടിയൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിലെ പല ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിലുള്ള വൻ സാമ്പത്തിക ക്രമക്കേട്, തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. 8 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും തന്നെ ഉണ്ടാകാതെയാണ് അദ്ദേഹത്തെ വീണ്ടും സമാനമായ പോസ്റ്റിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നതും. നിലവിൽ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും വലിയ ഗ്രേഡിലുള്ള ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾ, അവർ തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്ഷേത്രത്തിന് സമർപ്പിച്ചിട്ടുള്ള ഉരുപ്പടികളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആ വിജിലൻസിന്റെ അന്വേഷണം ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ തട്ടിപ്പിലൂടെ പുറത്തു പോയിട്ടുള്ള തുക, അതുമായി ബന്ധപ്പെട്ട ഉരുപ്പടികളൊക്കെ തന്നെ റിക്കവറി ചെയ്യാൻ പാകത്തുള്ള നടപടികളും സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. സ്മൃതി. ശരി, മുബഷീർ വിവരങ്ങൾ നൽകിയത്.